ഗോഡ്സ് ഓൺ കൺട്രി, ഇതാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുന്നതും മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരൊക്കെ തന്നെ കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം. എന്നാൽ ഇന്ന് ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണോ അതോ നമ്മൾ ഇന്ന് പല ആവർത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തെക്കുറിച്ച് ഇവിടെ വന്നിട്ടുള്ള ഒരു വിനോദസഞ്ചാരി പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഓരോ മലയാളിയെയും നാണക്കേട് കൊണ്ട് തല കുനിപ്പിക്കുന്ന വിധത്തിൽ ആക്കിയിരിക്കുകയാണ്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവമാണ് ഇപ്പോൾ മുംബൈ സ്വദേശിനിയായ ഒരു വിനോദസഞ്ചാരി ഒരു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ നിരവധി ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നത്. അത്രയേറെ ഭംഗിയുള്ള, കാണാൻ ഒരുപാട് സ്ഥലങ്ങളുള്ള നാടാണ് നമ്മുടേത്. നമുക്കെപ്പോഴും അഭിമാനം തന്നെയാണ് നമ്മുടെ കേരളത്തെ ഓർത്ത്. എന്നാൽ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിൽ നമ്മുടെ മുഴുവൻ മലയാളികളെയും നമ്മുടെ കേരളത്തെയും നാണക്കേടിൽ ആഴ്ത്തുന്നത്. മൂന്നാർ സന്ദർശന വേളയിലാണ് ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശവാസികളായ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവമാണ് ജാൻവി എന്ന യുവതി ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് യുവതി. ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയ സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത്. മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്നും കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞ ഒരു സംഘം ഈ പറയുന്ന ജാൻവിയെയും സുഹൃത്തുക്കളെയും തടഞ്ഞു വെക്കുകയായിരുന്നു. സ്ഥലത്തെ ടാക്സി വാഹനത്തിൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നറിയിച്ചതോടെ യുവതി പോലീസിന്റെ സഹായം തേടി. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ആ പുറത്തു നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നോ അല്ലെങ്കിൽ അവരുടെ പരാതി എന്താണെന്ന് കേൾക്കാനോ തയ്യാറായില്ല. ഇതോടെ മറ്റൊരു ടാക്സി വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നെന്നും സുരക്ഷിതമല്ലെന്ന് കണ്ട് ട്രിപ്പ് അവസാനിച്ച് മടങ്ങിയെന്നുമാണ് ജാൻവി പറയുന്നത്. ദുരനുഭവം ഒരിക്കലും മറക്കാനാകില്ല, ഇനി ഒരിക്കലും കേരളം സന്ദർശിക്കാൻ വരില്ലെന്നും യുവതി 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഉപഭോക്താക്കൾക്ക് അവരുടെ ഗതാഗത രീതി തിരഞ്ഞെടുക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ 3 ഇരട്ടി തുക ആവശ്യപ്പെട്ടത് എന്റെ അനുഭവം. ഓൺലൈനിൽ പങ്കുവച്ചതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പീഡനം നേരിട്ടതായി അവകാശപ്പെടുന്ന മറ്റുള്ളവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചു. ചിലരെ രാത്രി വൈകി ടാക്സി ഗ്രൂപ്പുകൾ പിന്തുടർന്നു. മറ്റുള്ളവരെ സുരക്ഷിതമല്ലാത്ത ഹോട്ടലുകളിൽ താമസിക്കാൻ നിർബന്ധിതരാക്കി. കേരളത്തിന്റെ സൗന്ദര്യവും ആതിഥ്യ മര്യാദയും പ്രശംസനീയമാണ്. എനിക്ക് കേരളത്തെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് സുരക്ഷിതത്വം തോന്നാത്ത ഒരു സ്ഥലം സന്ദർശിക്കാൻ എനിക്കിനി കഴിയില്ല എന്നാണ് ജാൻവി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും ഓരോ തവണയും വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം കേരളത്തിൽ അടക്കം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ധാരാളം പദ്ധതികളാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പല രീതിയിലുള്ള പ്രസംഗങ്ങളാണ് പലയിടത്തും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മുടെ നാട് ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ള വളരെ സുരക്ഷിതമാണ്, ആതിഥ്യ മര്യാദയിൽ എന്നും മുന്നിലാണ് നിൽക്കുന്നത് കേരളം. എന്നിട്ട് അങ്ങനെയുള്ള കേരളത്തെക്കുറിച്ച് ഈ യുവതികൾ ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നാണം കെട്ട് തല കുനിക്കണം. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് പോലും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവം പങ്കുവച്ച മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയുടെ വീഡിയോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഓൺലൈൻ ടാക്സി കാറിൽ മൂന്നാറിലെത്തുന്ന ഭൂരിഭാഗം പേരും നേരിടുന്ന ദുരനുഭവമാണ് ഇതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾ അത് പറയുകയും പലരും പറയുന്നില്ല എന്നുള്ളതുമാണ്. വഴിയിൽ വെച്ച് ട്രിപ്പ് അവസാനിച്ച് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ പലരും ആ ദുരനുഭവം ആരോടും പറയാതെ ഇരിക്കുന്നു. ഒന്നോ രണ്ടോ ആളുകൾ, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്.
ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇനി കേരളത്തിലേക്കില്ല എന്ന ഒരു യുവതി സഞ്ചാരി പറയുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് കേൾക്കേണ്ടിയിരിക്കുന്നു. ഇനി കേരളത്തിലേക്കില്ല. വിനോദസഞ്ചാരികൾക്ക് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ കുറഞ്ഞ നിരക്കിൽ വാഹന സൗകര്യം നൽകുന്നു എന്നാരോപിച്ച് മൂന്നാറിലെ പരിസരങ്ങളിൽ ലോക്കൽ ടാക്സി ഡ്രൈവർമാരുമായി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രദേശത്തേക്ക് മറ്റു ജില്ലകളിൽ നിന്ന് എത്തുന്ന ഓൺലൈൻ ടാക്സിക്കാരെ ലോക്കൽ ടാക്സിക്കാർ മർദ്ദിക്കുന്നതും ഒരു പതിവ് കാഴ്ചയാണ്. ഇക്കഴിഞ്ഞ ജൂണിലും ഓൺലൈൻ ടാക്സി വാഹനം തല്ലി തകർത്ത ഡ്രൈവറെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നെടുമ്പാശ്ശേരി അത്തോളി സ്വദേശി ആണ് ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആനച്ചാലിന് സമീപം ചെകുത്താൻ മുക്കിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഓൺലൈൻ ടാക്സി ഡ്രൈവറായ സ്വപ്നേഷ് സഞ്ചാരികളെ ഇറക്കിയ ശേഷം മറ്റൊരു ഓട്ടം എടുക്കാനായി പോകുന്നതിനിടയിൽ ചെകുത്താൻ മുകളിൽ വെച്ച് ഏതാനും ഡ്രൈവർമാർ ചേർന്ന് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ ശേഷം രാത്രി ചിത്തിരപുരത്തെ ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുന്നതിനെയാണ് സംഘം ആളുകളെത്തി കാർ അടിച്ചു തകർത്ത് സ്വപ്നേഷിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ് കിടന്ന ഇയാളെ ഹോട്ടലിൽ ഉണ്ടായിരുന്നവരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മാസങ്ങൾക്കിടെ 5ഓളം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരാണ് ആക്രമണത്തിന് ഇരയായത്. ഗോവ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകാനായി എത്തിച്ച ഇരുചക്ര വാഹനങ്ങൾ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധത്തെ തുടർന്നും 2 വർഷം മുൻപ് തിരികെ അയച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിച്ച 15 ഇരുചക്ര വാഹനങ്ങളാണ് പ്രതിഷേധത്തെ തുടർന്ന് തിരികെ കൊണ്ടുപോയത്. തങ്ങളുടെ ടാക്സി ഓട്ടത്തെ കാര്യമായി ബാധിക്കുന്ന തരത്തിൽ ബൈക്കുകൾ വാടകയ്ക്ക് നൽകാൻ അനുവദിക്കില്ല എന്ന ഡ്രൈവർമാർ നിലപാടെടുത്തതും അന്ന് വലിയ വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. വിനോദസഞ്ചാരികൾക്കായി KFRTC മൂന്നാറിൽ ഇറക്കിയ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാൻ മൂന്നാറിലെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിനെ അടക്കം അന്നും ടാക്സി ഡ്രൈവർമാർ വഴിയിൽ തടഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ടാക്സി വാഹനങ്ങളുടെയും രേഖകൾ പരിശോധിച്ച് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഇതിന് മന്ത്രി മറുപടി പറഞ്ഞത്. പിന്നീട് അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. വിനോദസഞ്ചാരികളെ ശല്യപ്പെടുത്തുന്നതിൽ കേരളം 1ാം സ്ഥാനത്താണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം വിനോദസഞ്ചാരികളിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കുന്നു എന്ന് പലപ്പോഴും വിമർശനം ഉയരാറുണ്ട്. ഇത് തുടർന്നാൽ ടൂറിസം കേരളത്തിൽ അവസാനിക്കും. എന്തുകൊണ്ട് നാട്ടിലെ ഈ ടാക്സി ഡ്രൈവർമാർക്ക് ഊബറിലോ ഒലയിലോ രജിസ്റ്റർ ചെയ്ത് മാന്യമായ കൂലി മേടിച്ച് സർവീസ് നടത്തിക്കൂടാ? ഇതൊരു ചോദ്യമാണ്. ഇതിന് പല ആളുകളും വളരെ വിമർശനമായിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിണറായി തമ്പുരാന്റെയും മരുമോന്റെയും അൽ കേരളം എന്നാണ് ഇതിന് അക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്നത്. ഏതായാലും വലിയ വിമർശനമാണ് ഈ വാർത്ത വന്നതിന് പിന്നാലെ ഉയർന്ന കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം സന്ദർശനത്തിനിടെയുണ്ടായ ദുരനുഭവമാണ് വളരെ ധൈര്യപൂർവ്വം ആ പെൺകുട്ടി പങ്കുവച്ചുകൊണ്ട് വരുന്നത്. മാത്രമല്ല ഇനി ഒരു തരത്തിലും കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഊബർ വിരുദ്ധ ടാക്സി ഡ്രൈവർമാരാണ് പ്രതികൾ. മൂന്നാർ പോലീസ് സ്വമേധയാ കേസ് എടുക്കണമെന്നും റിപ്പോർട്ടുകളുണ്ട്. FIR-ൽ ആരുടെയും പേരുകളില്ല. ഊബർ ടാക്സിയിൽ കയറിയതാണ് പ്രകോപനം എന്ന FIR-ലുണ്ട്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വെച്ച ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ കുറച്ചുപേർ തടഞ്ഞ് തങ്ങളുടെ വാഹനം വിളിച്ചെങ്കിൽ പോകാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി. 3 മിനിറ്റുള്ള വീഡിയോ കണ്ട സാഹചര്യത്തിലാണ് കേസ് എടുക്കുന്നതെന്ന് FIR-ൽ പറയുന്നു. 2-ാം തീയതി 6 മണിക്കാണ് കേസ് എടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126, 351 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതിൽ ആദ്യ 2 വകുപ്പുകൾ ജാമ്യമുള്ളതാണ്, പെറ്റി കേസിന് സമാനം. അതുകൊണ്ട് 3-ാമത്തെ വകുപ്പും ജാമ്യമുള്ളതായി മാറും. ഫലത്തിൽ ഈ കേസ് കൊണ്ട് ഡ്രൈവർമാർക്ക് പിഴ ശിക്ഷയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഗൗരവമുള്ള വകുപ്പുകളിൽ കേസ് എടുക്കേണ്ട സാഹചര്യമുണ്ട്. സ്ത്രീയെ തടഞ്ഞു വെക്കുവാനും ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ഈ കേസിൽ വരേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ FIR ഇട്ടത് തന്നെ പറയുന്ന ഈ ഡ്രൈവർമാർക്ക് ഒത്താശ ചെയ്തുകൊണ്ടുള്ള FIR ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ
തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ എടുക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം ഇനിയും നമ്മുടെ നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകരുത്. അവരെല്ലാം തന്നെ നമ്മുടെ അതിഥികളാണ്. അവരെ ഏറ്റവും മനോഹരമായി വരവേൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ പ്രവൃത്തി ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ഇന്ന് കേരളത്തെ തല കുനിക്കേണ്ട വിധത്തിൽ ആക്കിയിരിക്കുകയാണ്.